ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ ഒരു ഭക്തൻ എഴുതിയ അനുഭവക്കുറിപ്പാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഗുരുവായൂർ ആറാട്ടിന് ആദ്യമായിട്ട് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുമ്പോൾ ആ തിരക്കിനിടയിൽ അദ്ദേഹത്തിന് ഭഗവാൻ ഒരു അത്ഭുതം കരുതി വെച്ചിരുന്നു. കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈയിടെ ഞാൻ ആദ്യമായി ഗുരുവായൂർ ആറാട്ടിന് പോയി. അന്നദാനം കഴിച്ചു. ഭഗവാനെ തൊഴുതു. ഈ തിരക്കിനിടയിൽ സാധാരണ ലോക്കറ്റ്, ഭഗവാന്റെ പടമുള്ള ഒരു ലോക്കറ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. സ്വർണ്ണമല്ലട്ടോ, എങ്കിലും ഞാനത് സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങയുടെ തിരുനടയിൽ വരുമ്പോൾ എനിക്ക് എന്ത് തരും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഭഗവാൻ ലോക്കറ്റ് എനിക്ക് വേണ്ടി മാത്രം തന്നതാണെന്ന് തോന്നുന്നു. ഭഗവാനെ തിരക്കിനിടയിൽ തൊഴുതു നിന്നപ്പോൾ അറിയാതെ കണ്ണുകൾ തിരുനടയിൽ പതിഞ്ഞു. അപ്പോൾ അതാ ലോക്കറ്റ് കിടക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹേ കൃഷ്ണ. ഇത് സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്നിട്ടാണ് ഈ ഒരു അനുഭവക്കുറിപ്പ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കാൻ കാണിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഗുരുവായൂരിൽ ആറാട്ടിന് ആദ്യമായിട്ട് പോവുകയാണ് അദ്ദേഹം. അങ്ങനെ ഭഗവാനോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഭഗവാനെ, ഞാൻ വരുമ്പോൾ എനിക്കെന്താ നൽകുക, എനിക്കെന്താ കണ്ണൻ തരിക എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ചിന്ത, ഭക്തൻ്റെ ആ ചിന്ത പോലും ഭഗവാൻ തിരിച്ചറിയുകയാണ്. ഭഗവാൻ ആ ഭക്തൻ വരുമ്പോഴേക്കും ഭഗവാന് തൻ്റെ ശ്രീകോവിലിൽ ഇങ്ങനെ ഭക്തന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഉഗ്രൻ സമ്മാനം കരുതി വയ്ക്കുകയാണ്. എന്താണ്? ഭക്തന് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ ഫോട്ടോയുള്ള ഒരു ലോക്കറ്റ് ആ ഭക്തന് സമ്മാനിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു കാരുണ്യം നോക്കൂ. അത്രയും തിരക്കിനിടയിൽ ആ ഒരു ലോക്കറ്റ് ഭക്തനിലെ കണ്ണുകളിലേക്ക് പതിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമല്ലേ? എത്രയോ ജനങ്ങളുണ്ടാവും ഗുരുവായൂർ ആറാട്ടിന്. സ്വാഭാവികമായിട്ടും ആ തിരക്കിനിടയിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് അത് വരികയാണ്, അദ്ദേഹത്തിന് മുന്നിലേക്ക് ആ ഒരു ലോക്കറ്റ് വരികയാണ്. വളരെ നിധിയോടെ അദ്ദേഹം അത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്വർണ്ണമല്ല, സാധാരണ ഒരു ലോക്കറ്റാണ്. ഉണ്ണിക്കണ്ണൻ്റെ, നമ്മുടെ ഭക്തന്മാർക്ക് ഭഗവാന്റെ ആ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ എത്രമാത്രം വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ചിന്തകൾ ഭഗവാൻ എത്ര വിലപ്പെട്ടതാണെന്ന് നോക്കൂ. ഭഗവാൻ അതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും, നമ്മൾ ഓരോ ആവശ്യങ്ങൾ ഭഗവാനോട് പറയും. ചിലപ്പോൾ അപ്പോഴൊന്നും അത് നടത്തി തരില്ല. പക്ഷേ അതിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ വരുമ്പോൾ വളരെ വലിയ ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പക്ഷേ മറന്നിട്ടുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആവശ്യങ്ങളൊക്കെ. പക്ഷേ ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ഭക്തരെ നിരാശപ്പെടുത്തില്ല. അദ്ദേഹം ഒരിക്കലും അത് മറക്കില്ല. തീർച്ചയായിട്ടും അത് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരുതി വയ്ക്കും. അത്രത്തോളം സ്നേഹിക്കുകയാണ് നമ്മളെ ഈ ലോകത്ത് നമ്മളെക്കാളും സ്നേഹിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരേ ഉള്ളൂ. നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇതുപോലെ വാട്സപ്പിൽ അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ വോയിസ് ആയിട്ടോ അയക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കാൻ മനസ്സ് കാണിക്കണേ. ഒരു തരത്തിൽ നമുക്ക് ചില ആളുകൾ പറയാറുണ്ട് നമുക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്ന്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളത് പങ്കുവെക്കണം. ഭഗവാനോട് കാണിക്കുന്ന നന്ദിയാണ് കേട്ടോ. നിങ്ങളുടെ പേരൊന്നും പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കണം. കാരണം ഇത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലും ഭക്തി നിറയാണ്, വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുകയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് കേട്ടോ അത്.
ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭക്തി മറ്റുള്ള ആളുകൾക്കിടയിലേക്ക് ഭക്തി വളർത്തുന്നതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. സത്സംഗങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ സപ്താഹങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറയുക, ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്താണ്, കൂടുതൽ ഭക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്, കൂടുതൽ ആനന്ദം. ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പോൾ ആനന്ദം വരികയാണ്, എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത്. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ. ഒരിക്കൽ കൂടി ഈ കഥ ഇത്ര നേരം കേട്ടു നിന്നല്ലോ. ഇനി അടുത്തൊരു അനുഭവമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.